സെക്രട്ടേറിയറ്റിലെ ഡെപ്യൂട്ടി സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ സ്വകാര്യ വാഹനങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതൊഴിവാക്കാൻ സർക്കാർ നീക്കം. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് ഇതു സംബന്ധിച്ച് വിജ്ഞാപനമിറക്കും. ഡെപ്യൂട്ടി സെക്രട്ടറി മുതൽ സ്പെഷ്യൽ സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥർ വ്യത്യസ്ത രീതിയിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ തീരുമാനം. കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് 92A ഭേദഗതി ചെയ്യും. സർക്കാർ വാഹനങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് നിലവിലുള്ള രീതികളും പരിഷ്കരിക്കും. ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി എന്നിവരുടെ സ്വകാര്യ വാഹനങ്ങളിൽ തസ്തികയുടെ പേര് സൂചിപ്പിക്കുന്ന ബോർഡ് സ്ഥാപിക്കാൻ സർക്കാർ നേരത്തെ അനുവാദം നൽകിയിരുന്നു. ബോർഡുകൾ വ്യത്യസ്ത രീതിയിലാണ് ഉദ്യോഗസ്ഥർ വാഹനങ്ങളിൽ സ്ഥാപിച്ചിരുന്നത്. ചിലർ സ്ഥാനപ്പേരിനോടൊപ്പം കേരള ഗവൺമെന്റ്, ഗവൺമെന്റ് ഓഫ് കേരള, കേരള സെക്രട്ടേറിയറ്റ് തുടങ്ങിയ വാക്കുകൾ അധികമായി ചേർത്തു. ഇതു സംബന്ധിച്ച് പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചത്. ഡെപ്യൂട്ടി സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് കേരള എന്ന ബോർഡ് വച്ച് റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനം കഴിഞ്ഞ മാസം ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ചീഫ് സെക്രട്ടറി ഹോൺ അടിച്ചിട്ടും വാഹനം ഒതുക്കാതെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ വാഹനം പാഞ്ഞു. പരാതി സ്വയം ബോധ്യപ്പെട്ടതോടെയാണ് നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി അടിയന്തര യോഗം വിളിച്ചത്. ഇനി മുതൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വാഹനങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കേണ്ടതില്ലെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. ഗതാഗത മന്ത്രി ഫയൽ കണ്ട ശേഷം വിജ്ഞാപനമായി പുറത്തിറങ്ങും. സർക്കാർ വാഹനങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്ന നിലവിലെ രീതികളിലും പരിഷ്കരണം വരും. സർക്കാർ വാഹനങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് കേരള മോട്ടോർ വാഹന ചട്ടങ്ങളിലെ 92A വകുപ്പിലാണ് പറയുന്നത്. സർക്കാർ വകുപ്പുകളുടെ വാഹനങ്ങളിൽ വകുപ്പുകളുടെ പേരാണ് എഴുതേണ്ടത്.